ഹരി ഓം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ക്ലാസ് നടത്തുന്നത് ശ്രീമദ് വിശ്വനാഥൻ നമ്പൂതിരി. ഇന്ന് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 10-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത്. നമസ്കാരം സർ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തവേദവേദഗത്യൻ ദ്വൈവായനോ വിദഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം സമാദരണീയരായ എല്ലാ പിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 10-ാം അധ്യായം 10-ാം ശ്ലോകം മുമ്പ് പറഞ്ഞാണ്. അധ്യായം 10 ശ്ലോകം 10. ഇനി വിതുരരുടെ മറുപടിയാണ്. മൈത്രേയ മഹർഷി എന്താണ് എന്താ പറഞ്ഞ ആ കഥയുടെ ബാക്കി ഭാഗത്തെക്കുറിച്ച് വെള്ളവും വായുവും എല്ലാം കുടിച്ചു തീർത്ത് ആ ജീവലോകത്തിന്റെ പത്മകോശത്തിൽ ഇരിക്കുന്ന ക്ലാസ്സിനാണല്ലോ. അതുകൊണ്ട് ഈ ധർമ്മത്തിന്റെ ഒരു പരിഭാഗമായിട്ടാണ് ബ്രഹ്മാവ് ഈ നിഷ്കാമമായി അനുഷ്ഠിക്കുന്ന ഈ ധർമ്മത്തിന് ഒരു പരിഭാഗമാണിത് എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞത്. ഇപ്പോൾ ഒരു ചോദ്യം ഇടയ്ക്കേറി ചോദിച്ചാണ്. ഏതാർത്ഥ ബഹുരൂപസ്യ ഹരേരദ്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. യഥാ ആർത്ഥ എപ്രകാരമാണോ പറഞ്ഞത്, ആദ്ധ എന്ന വാക്കിനർത്ഥം പറഞ്ഞത് എന്നാണ്. യഥാ ആർത്ഥ എപ്രകാരമാണോ പറഞ്ഞത്. അങ്ങ് ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കമായിട്ട് പറയുകയാണ്. അങ്ങ് യാതൊക്കെയാണോ ഇവിടെ പറഞ്ഞത്, ബഹുരൂപസ്യ ഹരേഹി അത്ഭുതകർമ്മണ, ബഹുരൂപിയായ ഹരിയുടെ അത്ഭുത കർമ്മങ്ങൾ യാതൊക്കെയാണോ പറഞ്ഞത്. കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ, കാലം എന്നു പേരുള്ളതിൻ്റെ ലക്ഷണത്തെയും ഹേ ബ്രഹ്മൻ യഥാ വർണ്ണയ ന പ്രഭോ, ഉള്ളതുപോലെ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് വർണ്ണിച്ചു തന്നാലും എന്ന്. കാരണം എല്ലാ അറിവുകളും ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആചാര്യനാണ്, ഗുരുവാണ് മൈത്രേയ മഹർഷി. അതിനുള്ള കഴിവുള്ള ആളുമാണ്. അതുകൊണ്ട് അത്ഭുതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബഹുരൂപിയായ, ഒറ്റരൂപമല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബഹുരൂപിയായ ആ ഭഗവാന്റെ, അനന്തനായ ഭഗവാന്റെ സ്വരൂപങ്ങളെ ധരിക്കുന്ന ഒരു ഉപാധിയുടെ പേരാണ് കാലം. ഇതുവരെ പറഞ്ഞ അങ്ങനെയായിരുന്നു കാലത്തെക്കുറിച്ച്. കാലത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് പറയാമോ? എനിക്ക് അത്രയും ശരിക്കും മനസ്സിലായിട്ടില്ല. കാലം കാലം എന്ന് കേട്ടല്ലാതുകൊണ്ട് കാലത്തിൻ്റെ ഒരു നിർവചനം, അതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് വിസ്തരിച്ച് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. യഥാർത്ഥ ബഹുരൂപസ്യ ഹരേരത്ഭുതകർമ്മണാം കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. അത്ഭുതകർമ്മണഃ ബഹുരൂപസ്യാം ഹരേഃ കാലാഖ്യം ലക്ഷണം യത് ആർത്ഥ ഹേ പ്രഭോ ബ്രഹ്മൻ നഃ യഥാ വർണ്ണയ.
യഥാർത്ഥ ബഹുരൂപഹരേരത്ഭുതകർമ്മണാം കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. യഥാർത്ഥ ബഹുരൂപഹരേരത്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. മൈത്രേയ ഉവാച. ഇനി അങ്ങോട്ട് മൈത്രേയൻ കാലത്തെക്കുറിച്ച് പറയാൻ പുറപ്പെടുക. ഈ അധ്യായത്തിലെ വിഷയം മുഴുവൻ എന്താണ് കാലം എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഗുണം വ്യതികരാകാരോ നിർവിശേഷോ പ്രതിഷ്ഠിത പുരുഷസ്തദുപാദാനം ആത്മാനം ലീലയാ സൃജത്. ഗുണവ്യതികരാകാരോ, ഗുണങ്ങളുടെ വ്യതികരം കൂടിച്ചേർന്നു കൊണ്ടുള്ള ആകാരം, ആകൃതി. ഗുണവ്യതികര ആകാര, ഗുണങ്ങൾ കൂടിച്ചേരുന്നു കൊണ്ടുള്ള ആകൃതി. സത്വം, രജഫ്, തമസ് എന്നുള്ള ഗുണങ്ങൾ കൂടിച്ചേരുന്നതിന് കിട്ടുന്ന ഒരാകൃതി കൂടിയതും. നിർവിശേഷ, വിശേഷങ്ങൾ എന്നുവെച്ചാൽ പ്രത്യേകതകൾ എന്നാണ്. ഒന്നും ഇല്ലാത്തതും, എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രത്യേകതയില്ല. നിർവിശേഷോ അപ്രതിഷ്ഠിത, സ്ഥിരമായി നിൽക്കാത്തതാണ്. പ്രതിഷ്ഠ എന്ന് വെച്ചാൽ നിലനിൽപ്പ് എന്നാണ്. അപ്രതിഷ്ഠ നിലനിൽപ്പില്ലാത്ത, നശിച്ചു പോകുന്ന, ഇല്ലാതാകുന്ന. പുരുഷ തത് ഉപാദാനം ആത്മാനം, ഗുണങ്ങളുടെ കൂടിച്ചേരലുകൊണ്ട് ആകൃതിയുള്ളതും വിശേഷമില്ലാത്തതും അവസാനമുള്ളതുമായ പുരുഷൻ തതുപാദാനം, അതാകുന്ന ഉപാദാനത്തോടു കൂടിയ തന്നെ ആത്മാവിനെ ലീലയാ അസൃജത്, ഒരു ലീലയായി, ഒരു കളിയായിട്ട് അസൃജത് സൃഷ്ടിച്ചു എന്നർത്ഥം. ചോദ്യം ഗഹനമാണ്. കാലത്തെക്കുറിച്ചാണ്. ആർക്ക് പറയാൻ പറ്റും? നമ്മൾക്ക് കേട്ട് പരിചയം കാലം എന്നറിയാവുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയാൻ പറയുമ്പോൾ ഇത്തിരി ഗഹനതയോട് കൂടിയേ പറ്റൂ. ഒരു സൂക്ഷ്മ ബുദ്ധിയോടുകൂടി ഇരുന്നാലേ ഈ അധ്യായം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്വരജസ്തമസ് എന്ന 3 ഗുണങ്ങൾ സാമ്യാവസ്ഥ പ്രാപിക്കുമ്പോൾ, അത് സമങ്ങളായിത്തീരുമ്പോൾ, ഒന്നിനോടൊന്ന് അധികരിച്ച് വരാൻ കാരണമായ യാതൊന്നാണോ അതാണ് കാലം. കാലമാണ് ഗുണങ്ങളെ മാറ്റുന്നത് അർത്ഥം. ഒന്നിച്ചിരിക്കുന്ന ഗുണങ്ങളെ 3ആക്കി തിരിക്കുന്നത് കാലം കൊണ്ടാണ്. സത്വം, രജഫ്, തമസ് എന്നുള്ളത് 3ഉം ഒന്നിച്ചു ചേർന്നിരുന്നാൽ അവയെ 3ആക്കി പിരിക്കുന്ന ജോലി കാലത്തിൻ്റെതാണ്. അതിനെ കാലം എന്ന് പറയാം, ഒരു നിർവചനം. ഇനിയും ആ കാലം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റത്തില്ല, അക്ഷിഗോചരമല്ല. ഒരു ഇന്ദ്രിയം കൊണ്ടും കാലത്തെ നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. പ്രത്യക്ഷ പ്രമാണം കൊണ്ട് കാലത്തെ സാക്ഷാത്കരിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് അതിന് വ്യത്യസ്തതകൾ ഒന്നുമില്ല, ഒരു വിശേഷവുമില്ല. നമ്മൾ ഭൂതം, ഭാവി, വർത്തമാനം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. ഇന്നലെ വരെ ഉള്ളതിന് ഞാൻ ഭൂതം എന്ന് പറയാം. നാളെ ഇന്നത്തെ വർത്തമാനം എന്താകും? ഭൂതമാകുമല്ലോ. എവിടെയാ എൻ്റെ സ്ഥിരത? നാളത്തെ ഭാവി വർത്തമാനമാകും, മറ്റന്നാൾ ഭൂതവുമാവും. കഴിഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഈ കാലത്തിൻ്റെ വേർതിരിവിന് കണക്കേ ഇല്ല, വിശേഷങ്ങളൊന്നുമില്ല, അന്ത്യവുമില്ല. ആനന്ദ്യമാണ്. എന്ന് തുടങ്ങി എന്ന് തീരുന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യന്തമില്ലാത്തതാണ് കാലം, പ്രത്യക്ഷമായി കാണാൻ പറ്റാത്തതാണ് കാലം, സത്വാദികളായ ഗുണങ്ങളുടെ സമാവസ്ഥയെ ഇല്ലാതാക്കുന്നതാണ് കാലം.
ഈ കാലത്തെ ഉപാദാനമായി സ്വീകരിച്ചിട്ടാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ ചെയ്യുന്നത്. ഒറ്റ വാചകത്തിൽ 3 ലക്ഷണങ്ങളിൽ കൂടി കാലത്തെക്കുറിച്ചും കാലം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തി. കാലം എന്നുള്ളത് ഗുണവ്യതികരമാണ്, നിർവിശേഷമാണ്, അപ്രതിഷ്ഠിതമാണ്. ഇങ്ങനെയുള്ള ഈ കാലത്തെ കൊണ്ടാണ് പുരുഷനായ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ലീലയായി സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് എന്ന് കാലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചതാണ്. ഗുണവ്യതികരാകാരോ നിർവിശേഷോ പ്രതിഷ്ഠിതാം പുരുഷസ്തദുപാദാനം ആത്മാനം ലീലയാ സൃജത്. ഗുണവ്യതികരാകാരഃ നിർവിശേഷഃ അപ്രതിഷ്ഠിതഃ പുരുഷഃ തത് ഉപാദാനം ആത്മാനം ലീലയാ അസൃജത്. ഗുണവ്യതികരാകാരോ നിർവിശേഷോ പ്രതിഷ്ഠിതാം പുരുഷസ്തദുപാദാനം ആത്മാനം ലീലയാ സൃജത്. ഗുണവ്യതികരാകാരോ നിർവിശേഷോ പ്രതിഷ്ഠിതാം പുരുഷസ്തദുപാദാനം ആത്മാനം ലീലയാ സൃജത്. വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായയാം ഈശ്വരേണ പരിച്ഛിന്നം കാലേന വ്യക്തമൂർത്തിനാം. വിശ്വം വൈ ലോകമാവട്ടെ ബ്രഹ്മതന്മാത്രം ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നതാണ് ലോകം. തന്മാത്രം അതായിത്തീരുന്നത് എന്നാണ് ഇവിടെ അർത്ഥം. സംസ്ഥിതം സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുമായയാ വിഷ്ണുവിൻ്റെ മായ കൊണ്ട് ഈ ലോകം ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഈ ലോകത്തെ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിന അവ്യക്തമൂർത്തിയോടുകൂടിയ കാലം കൊണ്ട് അതിനെ വേറെ വേറെ പ്രകാശിപ്പിക്കപ്പെട്ടതു മാത്രമാണ്. ഈശ്വരന്റെ സങ്കല്പമാണ് മായ. ആ മായാശക്തി കൊണ്ട് സംഹരിക്കപ്പെട്ടതാണ് ലോകം. ആ ലോകം എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ്, ബ്രഹ്മത്തിൻ്റെ രൂപം ധരിച്ചതാണ്. അങ്ങനെയുള്ള ഈശ്വരനാകുന്ന കർത്താവ് കാലമാകുന്ന ഒരു ഉപായം കൊണ്ട്, ഉപാദാനം കൊണ്ട് സദ്രൂപമായ വിശ്വത്തെ മുഴുവൻ ബ്രഹ്മത്തിൽ നിന്ന് വേറെ എന്ന് തോന്നിക്കത്തക്കതുപോലെ പ്രകാശിപ്പിച്ചതാണ്. ഇത് അവ്യക്തമാണ്, ഇന്ദ്രിയഗ്രാഹ്യമല്ല എന്ന് സാരം. അപ്പൊ കാലം ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല, അത് അവ്യക്തമാണ്. അത് ബ്രഹ്മതന്മാത്രമായി വിഷ്ണുമായ കൊണ്ട് സ്ഥിതി ചെയ്ത ഈ പ്രപഞ്ചത്തെ മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ് കാലം. അപ്പൊ കാലത്തിൻ്റെ അടുത്ത നിർവചനം അത് ഒരളവുകോലാണ്. കാലം എന്തുമാത്രമാണ് കാലത്തെക്കുറിച്ച് ചിന്തിച്ചു പോയത്. ഒരു ശാസ്ത്രജ്ഞൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളൊക്കെ കാലം എന്ന് കേട്ടാൽ വിടും, ഇത്രേ ഉള്ളൂ. ഭാഗവതം പോയ വഴിയെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. 3 നിർവചനം പറഞ്ഞു കാലത്തെക്കുറിച്ച്. ഇനി ഇപ്പൊ പറയുന്നത് അത് പരിച്ഛിന്നമാണ്, വേർപെടുത്തി നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം, കഴിഞ്ഞ കാലം, ഇപ്പോഴുള്ള കാലം എന്നിങ്ങനെ കാലത്തെ പരിച്ഛിന്നമാക്കി അവ്യക്തമൂർത്തിയായ ഈ ബ്രഹ്മത്തിൻ്റെ വിഷ്ണുമായ കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ തോന്നിക്കുന്നത്. വാസ്തവത്തിൽ അനന്തമാണ് കാലം. അതിന് പരിച്ഛിന്നതയില്ല, ഭേദമില്ല, ഒന്നുമില്ല. ഉള്ളതുപോലെ നമുക്ക് തോന്നിക്കലാണ് കാലം എന്നർത്ഥം. വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിനാം. വിഷ്ണുമായ സംസ്ഥിതം വിശ്വം ബ്രഹ്മതന്മാത്രം ഈശ്വരേണ അവ്യക്തമൂർത്തിന കാലേന പരിച്ഛിന്നം. വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിനാം. വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ
ഈശ്വരേണ പരിച്ഛിന്നം കാലേന വ്യക്തമൂർത്തിനാം യഥേദാനിം തഥാഗ്രേജാം പശ്ചാദപ്യേതദീദൃശം സർഗോ വിധസ്തഫ്യ പ്ലാഗതോ വൈകതസ്തു യഃ കാലദ്രവ്യഗുണൈജഫ്യ ത്രിവിധ പ്രതിസംക്രമാം. യഥാ എപ്രകാരമാണോ ഇതാനും ഇപ്പോൾ, തഥാ അങ്ങനെ, അഗ്രേച മുമ്പും, പശ്ചാദപി മേലിലും, ഏതത് ഈദൃശം ഈ കാലം ഇങ്ങനെ തന്നെയായിരിക്കും. എങ്ങനെയാണോ കഴിഞ്ഞത്, എങ്ങനെയാണോ വരാൻ പോകുന്നത്, ഇത് മൂന്നും കാലത്തെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തതയേയില്ല. നമ്മളാണ് ഇതിന് വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. ഭൂതകാലമെന്നും ഭാവി കാലമെന്നും വർത്തമാനകാലവും നമ്മൾ പറയുന്നത് സംഭാഷണം ചെയ്യുമ്പോഴോ അനുഭവിച്ചറിയുമ്പോഴോ ഒക്കെയുള്ള ഇതുകൊണ്ടാണ്. നമ്മളില്ലെങ്കിലോ കാലമില്ലല്ലോ. നമ്മളല്ലേ അനന്തവും അവ്യക്തവുമായ ഇതിനെ ഈ കാലത്തെ വിഭജിച്ച് ഭേദങ്ങളാക്കി കൽപ്പിച്ച് നമ്മളല്ലേ, സമയങ്ങളാക്കി കാലങ്ങളാക്കിയോ കൽപ്പിച്ച് നമ്മളാണ്. യഥേദാനീം തഥാ അഗ്രേച പശ്ചാദപി ഏതദീദൃശം ഇപ്പോഴെങ്ങനെയാണോ, അഗ്രേ മുമ്പെങ്ങനെയായിരുന്നോ, പശ്ചാത് ഇനി എങ്ങനെയായിരിക്കുമോ, ഈദൃശം ഇങ്ങനെ തന്നെ. സർഗോ നവവിധസ്തസ്യ ആ കാലം കൊണ്ടാണ് സൃഷ്ടി ചെയ്തതെന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ കാലം കൊണ്ടുള്ള സൃഷ്ടി 9 വിധത്തിലുണ്ട്. സർഗോ നവവിധ തസ്യ പ്രാകൃതോ വൈകൃതസ്തു യഹ. അതിന് 2 ഭേദമുണ്ട്. പ്രാകൃതമെന്നും വൈകൃതമെന്നും 2 ഭേദമുണ്ട്. കാലദ്രവ്യഗുണൈഹി അസ്യ ത്രിവിധ പ്രതിസംക്രമ. കാലം, ദ്രവ്യങ്ങൾ, ഗുണങ്ങൾ എന്നിവ കൊണ്ട് 3 വിധത്തിൽ അത് ഈ പ്രളയം, പ്രതിസംക്രമം, പ്രളയം എന്നർത്ഥം. ഇതിൻ്റെ പ്രളയം കാലം കൊണ്ടും ദ്രവ്യം കൊണ്ടും ഗുണം കൊണ്ടുമാണ് ഇതിൻ്റെ പ്രളയം, ഇതിൻ്റെ അന്തിമം നാശം ഉണ്ടാകുന്നത് എന്ന്. അപ്പൊ കാലത്തെക്കുറിച്ച് 3 നിർവചനം പറഞ്ഞു. അതിലൊന്നാണ് ആദ്യന്തങ്ങളില്ലാത്ത അനന്തമാണ് കാലം. അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശ്ലോകം വന്നത്. വിശ്വം ഒരു കാര്യമാണ്. കാര്യം എന്നർത്ഥം നമ്മളിപ്പോൾ അനുഭവിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് കാര്യം. കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട്, ത്വക്കുകൊണ്ട്, നാവ് കൊണ്ട് ഒക്കെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം. ഇതും ആദ്യന്തമില്ലാത്തതാണല്ലോ. എന്നുണ്ടായിരുന്നോ എന്ന് തീരുമെന്നോ പറയാൻ ആവാത്തതാണ്. അപ്പൊ ഈ ലോകം ഇപ്പോഴെങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ ആയിരുന്നു പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും. പ്രളയത്തിന് മുമ്പും ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്ന. ഈ പ്രളയത്തിൽ ഇതെല്ലാം സൂക്ഷ്മ രൂപം ധരിച്ച് ഭഗവാന്റെ ഉള്ളിലേക്ക് നിന്നു. പ്രളയം കഴിഞ്ഞപ്പോൾ ആ സൂക്ഷ്മ രൂപം എന്നുള്ളത് മാറിയിട്ട് സ്ഥൂല രൂപത്തിലായി പുറത്തേക്ക് വന്നു. ഒരു മാങ്ങേണ്ടി മാവാകുന്നത് പോലെ. മാങ്ങേണ്ടി എൻ്റെ സൂക്ഷ്മ രൂപമാണ്. ആ മാങ്ങേണ്ടിക്ക് അകത്തുള്ള ഒരു പരിപ്പാണ് വാസ്തവത്തിൽ എന്താകുന്നത്. വളരെ ചെറിയൊരു പരിപ്പാണ് മാങ്ങയായിട്ട് മാവായിട്ട് മാറുന്നത്. അപ്പം ചെറുതായൊരു വസ്തുവിനെ വലുതാക്കിയാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് വെച്ചാൽ പ്രകർഷേണ പഞ്ചതേ, വളർന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പേരാണ് പ്രപഞ്ചം എന്ന്. അപ്പൊ അതുപോലെയാണ് വാസ്തവത്തിലെ പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് പിമ്പും ഇപ്പോഴും ഈ ലോകം അങ്ങനെ തന്നെ ഇരിക്കും, മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ഈ ലോകത്തിൻ്റെ സൃഷ്ടി 9 വിധത്തിലും 2 വിധത്തിലുമുണ്ട്. സർഗോ നവവിധസ്തസ്യ പ്രാഗതോ വൈകുതസ്തു യഹ.
അതിലെ പ്രാകൃതമെന്നും വൈകൃതമെന്നുമുള്ള രണ്ട് പ്രധാനപ്പെട്ട ഭേദവും ഇതിനുണ്ട്. പ്രാകൃത സൃഷ്ടിയിൽ 6 ഭേദവും വൈകൃത സൃഷ്ടിയിൽ 3. അങ്ങനെയാണ് 6 3 9. ഒക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓർത്തിരുന്നാലും മതി, ഓർത്തില്ലേലും കുഴപ്പമില്ല. കാരണം ഇത് ഗഹനമായ ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. ഭാഗവതം ഇത്ര അധികം സയൻസ് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇനി മുഴുവൻ പറയുന്ന അതാണ്, പക്ഷെ നമ്മൾ അറിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാകൃത സൃഷ്ടി 6 വിധത്തിൽ, വൈകൃത സൃഷ്ടി 3 വിധത്തിൽ. 6 3 9 വിധം സൃഷ്ടികളാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതല്ല. കാലത്തിൻ്റെ ശക്തിയാണ് ഇതെല്ലാം. അപ്പോൾ വാസ്തവത്തിൽ ഉഭയാത്മകമാണ് ഇത് രണ്ടും. ഈ രണ്ട് സൃഷ്ടിയും പ്രാകൃതവും വൈകൃതവും ഉഭയാത്മകമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രളയം, നമ്മൾ പ്രളയം എന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് പത്രത്തിൽ കേട്ടും കണ്ടും കാണുന്ന പ്രളയമല്ല ഇവിടെ. വെള്ളപ്പൊക്കത്തെ അല്ല ഇവിടെ പ്രളയം എന്ന് വിളിക്കുന്നത്. പ്രകർഷേണ ലയത്തെ ഇത് പ്രളയം എന്നാണ്. വേണ്ടതുപോലെ എല്ലാം ഒന്നിലേക്ക് ചെന്ന് ചേരുന്ന പേരാണ് പ്രളയം. പ്രകർഷേണ ലയത്തി, ലയതിൻ്റെ അർത്ഥം ലയിക്കുക. ഈ പ്രപഞ്ചത്തെ കാണുന്ന സമസ്ത പദാർത്ഥങ്ങളും വേണ്ടവണ്ണം ഭഗവാനിലേക്ക് ചെന്ന് ചേരുന്നതിന് പേരാണ് പ്രളയം എന്ന്. ആ പ്രളയം 3 വിധത്തിലുണ്ട്. ഒന്ന്, കാലം കൊണ്ട് നശിക്കുന്ന പ്രളയം. അതിന് ഈ പ്രളയത്തിന് ലയിക്കാൻ കാരണം കാലമാണ്. പിന്നൊന്ന്, ദ്രവ്യം കൊണ്ട് നശിക്കുന്ന ഈ പ്രളയം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം നശിക്കാനുള്ള ചെയ്യുക. ദ്രവ്യം എന്ന് വെച്ചാൽ വസ്തുക്കൾ, പദാർത്ഥങ്ങൾ. പിന്നെ ഒന്ന് ഗുണങ്ങളിൽ നിന്ന്. 3 വിധത്തിൽ പ്രളയം ഉണ്ടാകും. ഒന്ന് കാലം, പിന്നൊന്ന് ദ്രവ്യം, പിന്നൊന്ന് ഗുണം. കണക്ക് പഠിക്കുന്നവരെ പഠിച്ചെങ്കിലേ ഭാഗവതത്തിൽ ഈ ഭാഗമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സയൻസും കണക്കും പോലെ വഴി എഴുതിയിട്ട് ഉത്തരം കിട്ടുമ്പോൾ മാത്രമേ. ഇത്ര സംഖ്യയുടെ പറഞ്ഞു എന്താണ് പ്രാകൃതം വൈകൃതം എന്നുള്ള 2 ഭേദങ്ങൾ. അതിലെ പ്രാകൃതത്തിന് 6, വൈകൃതത്തിന് 3. അപ്പോൾ അത് പ്രളയം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ എന്താണ് പ്രളയം എന്ന് പറയേണ്ടത്? പ്രളയം 3 തരത്തിലാണ്. കാലം കൊണ്ടുണ്ടാകുന്നത്, ദ്രവ്യം കൊണ്ടുണ്ടാകുന്നത്, ഗുണം കൊണ്ടുണ്ടാകുന്നത്. അതിലെ കാലം കൊണ്ടുണ്ടാകുന്ന പ്രളയത്തിന് നിത്യപ്രളയം എന്ന് പറയാം. ദ്രവ്യം കൊണ്ടുണ്ടാകുന്നത് നൈമിത്തിക പ്രളയം എന്ന് പറയാം. ഗുണം കൊണ്ടുണ്ടാകുന്നത് പ്രാകൃത പ്രളയം എന്ന് പറയാം. നാരായണീയത്തിൽ 2 നിങ്ങൾ കേട്ടിട്ടുണ്ട്. നൈമിത്തിക പ്രളയത്തെക്കുറിച്ചും പറയാറുണ്ട്, പ്രാകൃത പ്രളയത്തെക്കുറിച്ചും പറയാറുണ്ട്. രണ്ടും നാരായണീയത്തിലെ സൃഷ്ടിക്രമം വരുമ്പോൾ ഈ ഭാഗത്തെയാണ് നാരായണീയം പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഭാഗവതത്തിൽ ഒന്നുകൂടുണ്ട്, നിത്യപ്രളയം. അപ്പം 3 തരത്തിലാണ് പ്രളയം. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, പ്രാകൃത പ്രളയം. അതിലെ നിത്യപ്രളയം എന്ന് പറഞ്ഞാൽ കാലം കൊണ്ടുണ്ടാകുന്നത്. നൈമിത്തിക പ്രളയം എന്ന് വെച്ചാൽ വെള്ളം കൊണ്ടോ അഗ്നി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന, ദ്രവ്യം കൊണ്ടാകുന്ന പ്രളയം. ഗുണം കൊണ്ട്, ത്രിഗുണങ്ങളുടെ വ്യത്യസ്തം ഉണ്ടാകുന്ന പ്രളയം പ്രാകൃത പ്രളയം എന്ന് പറയും. അപ്പം ഇനിയും നിങ്ങൾ നാരായണീയം വായിക്കുമ്പോഴോ ഭാഗവതം വായിക്കുമ്പോഴൊക്കെ ഈ പ്രളയത്തെക്കുറിച്ചൊരു നല്ല സങ്കല്പം ഉള്ളിലുണ്ടാക്കി വെക്കണം. ഇതാണ് 3 പ്രളയം എന്നൊക്കെ ഒരു ആമുഖം പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് പ്രളയം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ശ്ലോകത്തിൽ കൂടി വ്യാസൻ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യം കാലത്തെക്കുറിച്ചും 9 വിധ സൃഷ്ടികളെക്കുറിച്ചുമാണ്. 9 വിധ സൃഷ്ടി പറഞ്ഞപ്പോഴാണ് അത് പ്രാകൃതമെന്നും വൈകൃതമെന്നും 2 സൃഷ്ടിയുണ്ടെന്നും അതിലെ
പ്രാകൃത സൃഷ്ടി 6ഉം വൈകൃത സൃഷ്ടി 3ഉമാണ്. അപ്പോഴാണ് പ്രളയത്തെക്കുറിച്ച് പറയേണ്ടി വന്നത്. പ്രളയം 3 തരത്തിലുണ്ട്. കാലം, ദ്രവ്യം, ഗുണം കൊണ്ടുണ്ടാകുന്നതാണ്. നിത്യം, നൈമിത്തികം, പ്രാകൃതം എന്നതിന് പേര്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. യഥേദാനിം തഥഗ്രേജാ പശ്ചാദപ്യേതദീദൃശം സർഗോ നവവിധസ്തസ്യ പ്രാകൃതോ വൈകതസ്തു യഃ കാലദ്രവ്യഗുണൈരഫ്യ ത്രിവിധ പ്രതിസംഗ്രമാം. ഏതത് ഇദാനീം യഥാ അഗ്രേ ച തഥാ പശ്ചാദപി ഈദൃശം തസ്യ സർഗഃ നവവിധഃ യഃ പ്രാകൃതഃ വൈകൃതഃ അസ്യ പ്രതിസംക്രമഃ കാലദ്രവ്യഗുണൈഃ ത്രിവിധഃ. യഥേദാനീം തഥഗ്രേജാ പശ്ചാദപ്യേതദീദൃശം സർഗോ നവവിധസ്തസ്യ പ്രാകൃതോ വൈകൃതസ്തു യഃ കാലദ്രവ്യഗുണൈരഫ്യ ത്രിവിധ പ്രതിസംക്രമാം. യഥേദാനീം തഥാഗ്രേ ച പശ്ചാദപ്യേതദീദൃശം സർഗോ നവവിധസ്തസ്യ പ്രാകൃതോ വൈകൃതസ്തു യഃ കാലദ്രവ്യഗുണൈരഫ്യ ത്രിവിധ പ്രതിസംക്രമാം. ആദ്യസ്തു മഹതഃ സർഗോ ഗുണവൈഷമ്യമാത്മനാം ദ്വിതീയസ്ത്വഹമോ യത്ര ദിവ്യജ്ഞാനക്രിയോദയാം. ആദ്യസ്തു ഈ 9 ദിവസത്തിൽ ഇപ്പൊ കാണിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടികളെ 9 ഒന്നും കൂടെ ചേർത്ത് 10 എന്ന് ഭാഗവതം അതിനെ 9 വിധത്തിലുള്ള സൃഷ്ടികളിലെ ഈ പ്രാകൃത വൈകതങ്ങൾ 6 എന്നുള്ളത് കൊല്ലത്തെ 7 പറയുന്നതുകൊണ്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് 10 നമുക്ക് പഠിക്കേണ്ടി വരും. എന്താണെന്ന് ഇനിയും വരുന്നുണ്ട്, അപ്പൊ പറയാം. ആദ്യസ്തു അതിലെ ആദ്യത്തേത് മഹതഃ സർഗഃ, മഹത്തത്വത്തിന്റെ സൃഷ്ടിയാണ്. ഈശ്വരനിൽ നിന്നും ആദ്യം ഉണ്ടായ സൃഷ്ടി മഹത്തത്വമാണ്. അത് നമ്മൾ പലപ്പോഴും നാരായണീയത്തിലും ഭാഗവതത്തിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. മഹത്ത് എന്നൊരു തത്വം എന്ന് വെച്ചാൽ ഒരു ശക്തി എന്ന് മാത്രം പറയാം. മഹത്ത് ഒരു ശക്തിയാണ്. ബ്രഹ്മത്തിൽ നിന്നും ആദ്യം ഉണ്ടാകുന്നത് ഈ ശക്തിയാണ്. ആദ്യസ്തു മഹതഃ സർഗഃ ഗുണവൈഷമ്യമാത്മന. ഗുണത്തിന്റെ വൈഷമ്യം, 3 ഗുണങ്ങൾ നിമിത്തം പ്രകൃതിക്ക് നേരിടുന്ന വികാരഭേദങ്ങൾ, അതാണ് ദ്വിതീയ. ആത്മനഃ ഗുണവൈഷമ്യം ദ്വിതീയസ്തു. രണ്ടാമത്തെ സൃഷ്ടി ഗുണങ്ങൾക്കുണ്ടാകാവുന്ന ഭേദങ്ങളെ കുറിച്ചാണ്. ഈ പ്രകൃതി വികാരത്തിനാണ് വാസ്തവത്തിൽ മഹത്തത്വം എന്നൊക്കെ പേര് വന്നത്. ആ മഹത്തത്വമാണ് ഒന്നാമത്തെ സൃഷ്ടി. രണ്ടാമത്തേത് ആ പ്രകൃതി വികാരത്തിന് കാരണമായി തീർന്നിരിക്കുന്ന അഹം, ഞാൻ. ആത്മനഃ ഗുണവൈഷമ്യം, തൻ്റെ തന്നെ ഗുണത്തിന്റെ വൈഷമ്യം. വിഷമാവസ്ഥ, സമമല്ലാത്ത അവസ്ഥ തന്നെയുണ്ട്. സമം എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്, വിപരീതമാണ് വിഷമം, സമമല്ലാത്ത. അപ്പൊ അതിന് ദ്വിതീയസ്തു അഹമെന്ന് ഞാൻ, അഹങ്കാരം. അപ്പൊ ആദ്യത്തെ സൃഷ്ടി മഹത്താണ്, രണ്ടാമത്തേത് അഹങ്കാരമാണ്. അവിടെ ദ്രവ്യജ്ഞാനക്രിയോദയ, അവിടെ ദ്രവ്യങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ഉത്ഭവിക്കും. അപ്പൊ ആദ്യത്തെ ബ്രഹ്മത്തിൽ നിന്നും ആദ്യം ഉണ്ടായ സൃഷ്ടി മഹത്ത്. അത് ഉണ്ടാവാൻ കാരണം ഗുണവൈഷമ്യമാണ്. രണ്ടാമത്തേത് അഹന്തത്വമാണ്, ദ്രവ്യജ്ഞാന ക്രിയകളുടെ ഉദയമാണ്. ആദ്യസ്തു മഹതഃ സർഗോ ഗുണവൈഷമ്യമാത്മന ദ്വിതീയസ്തു അഹമോ യത്ര
ദിവ്യജ്ഞാനക്രിയോദയാം ആത്മനഃ ഗുണവൈഷമ്യം महतः आद्यः सर्गः तु द्वितीयः तु अहम यत्र दिव्यज्ञानक्रियोदयः आद्यस्तु महतः सर्गो गुणवैषम्यमात्मनां द्वितीयस्त्वहमो यत्र दिव्यज्ञानक्रियोदयाम् आद्यस्तु महतः सर्गो गुणवैषम्यमात्मनां द्वितीयस्त्वहमो यत्र दिव्यज्ञानक्रियोदयः भूतसर्गस्तृतीयस्तु तन्मात्रो दिव्यशक्तिमान् चतुर्थ ऐन्द्रियसर्गो यस्तु ज्ञानक्रियात्मकां ഭൂതസർഗസ്തൃതീയസ്തു മൂന്നാമത്തെ സൃഷ്ടി ഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. ഭൂതങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ. ആദ്യത്തെ സൃഷ്ടി മഹത്തത്വം, രണ്ടാമത്തേത് അഹങ്കാരം, മൂന്നാമത്തെ പഞ്ചഭൂതങ്ങൾ. ഭൂതസർഗസ്തൃതീയസ്തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ, അതിൻ്റെ തന്മാത്രകൾ ദ്രവ്യങ്ങളോട് കൂടിയതാണ്. ദ്രവ്യങ്ങളെ ജനിപ്പിക്കാൻ കഴിവുള്ളതാണ് ഭൂതങ്ങളുടെ തന്മാത്ര. ആകാശം ഭൂതമാണ്, ശബ്ദം തന്മാത്രയാണ്. ശബ്ദമെന്ന തന്മാത്രയിൽ നിന്നും ആകാശം ഉണ്ടായി. ആകാശം ഉണ്ടാവാൻ കാരണം തന്മാത്രകളാണ്. അത് ദ്രവ്യശക്തിയോട് കൂടിയതാണ്. ശബ്ദം ഒരു ദ്രവ്യമാണ്. ദ്രവ്യമെന്ന ശക്തിയോട് കൂടിയതാണ് ഈ ആകാശം. അപ്പൊ മൂന്നാമത്തെ സൃഷ്ടി ഭൂതസൃഷ്ടിയാണ്. ചതുർത്ഥ ഐന്ദ്രിയ സർഗോ, നാലാമത്തേത് ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ്. യസ്തു ജ്ഞാനക്രിയാത്മക, അതാണ് അറിവും കർമ്മവും നൽകുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഐന്ദ്രിയ സർഗം, ഇന്ദ്രിയങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി അറിവ് കൊടുക്കലാണ്. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, ഇതൊക്കെ അറിവ് തരിക. 5 തരത്തിലുള്ള അറിവുകൾ തരില്ല. ആ അറിവ് കൊണ്ട് ക്രിയ ഉണ്ടാകും. എന്താണ്? കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അറിവുണ്ടായാൽ കാണൽ എന്ന ക്രിയ നടക്കും. മൂക്കുകൊണ്ട് മണക്കുക എന്നുള്ള അറിവുണ്ടായാൽ മണക്കൽ എന്ന ക്രിയ നടക്കും. അപ്പൊ ഇത് രണ്ടും ജ്ഞാനക്രിയകളോട് കൂടിയതാണ്. ഭൂതസർഗസ്തീയസ്തു തന്മാത്രോ ദിവ്യശക്തിമാൻ ചതുർത്ഥ ഐന്ദ്രിയസർഗോ യസ്തു ജ്ഞാനക്രിയാത്മകാം ദിവ്യശക്തിമാൻ തന്മാത്രഃ യഹ തു തൃതീയഃ ഭൂതസർഗഃ ജ്ഞാനക്രിയാത്മകഃ ഐന്ദ്രിയസർഗഃ ചതുർത്ഥഃ ഭൂതസർഗസ്തീയസ്തു തന്മാത്രോ ദിവ്യശക്തിമാൻ ചതുർത്ഥ ഐന്ദ്രിയസർഗോ യസ്തു ജ്ഞാനക്രിയാത്മകഃ ഭൂതസർഗസ്തീയസ്തു തന്മാത്രോ ദിവ്യശക്തിമാൻ ചതുർത്ഥ ഐന്ദ്രിയസർഗോ യസ്തു ജ്ഞാനക്രിയാത്മകാം വൈകാരികോദയവസർഗ പഞ്ചമോ യന്മയം മനാം ഷഷ്ടസ്തു തമസസർഗോ യസ്ത്വബുദ്ധികൃത പ്രഭോ. വൈകാരികഃ, വൈകാരികം സാത്വിക അഹങ്കാരം. അഹങ്കാരത്തെ സൃഷ്ടിച്ചപ്പോൾ 3 വിധത്തിലായി. സാത്വികം, രാജസം, താമസം എന്ന് 3 തരത്തിൽ അഹങ്കാരമായി. അതിലെ വൈകാരികത്തിനാണ് സാത്വിക അഹങ്കാരം എന്ന് പറയുന്നത്. അതിൽ നിന്നും ദേവസർഗ, ദേവന്മാരുടെ സൃഷ്ടിയുണ്ടായി. അത് 5-ാമത്തേതാണ്. അപ്പൊ മഹത്തായി, അഹന്തത്വമായി, ഭൂത സൃഷ്ടിയായി, ഇന്ദ്രിയ സൃഷ്ടികളായി, ദേവസൃഷ്ടിയായി. ഇതാണ് എൻ്റെ കണക്ക്.
അത് അഞ്ചാമത്തേത്. എന്മയം മനഃഷ്ടസ്തു തമസർഗോ പ്രഭു. മനസ്സ് യാതൊന്നിൻ്റെ സ്വരൂപമാകുന്നുവോ അത് അബുദ്ധികൃത, ആവരണത്തെ ഉണ്ടാക്കുന്നതാണ്, തമസിന്റെ സൃഷ്ടിയാണ്. അത് ആറാമത്തെ സൃഷ്ടിയാണ്. അഹങ്കാരം 3 വിധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. സാത്വികമായ അഹങ്കാരം ഈ കാര്യസ്വരൂപമാണ്, ഈ പ്രപഞ്ചത്തിന് സ്വരൂപമാണ്. ഇന്ദ്രിയങ്ങളിലെ അഭിമാനമാണ് രാജസം. അതിൽ ഉൾപ്പെട്ടതാണ് മനസ്സ്. ഇത് അഞ്ചാമത്തെ സൃഷ്ടിയാണ്. ജീവന്മാർക്ക് സ്വരൂപബോധം ഇല്ലാതാക്കി തീർക്കുന്ന അജ്ഞാനത്തെ ആണ് ആറാമത്തെ സൃഷ്ടി. ഷഷ്ടസ്തു തമസർഗോ യസ്തു അബുദ്ധികൃത പ്രഭോ. അഞ്ചാമത്തേത് വൈകാരികമായ ദേവസൃഷ്ടിയാണ്. അത് മനസ്സിന്റെ രൂപമാണ്. മനസ്സുകൊണ്ട് ആണ് ദേവന്മാരെ ആരും കണ്ടിട്ടില്ല. എല്ലാവരും മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കലാണ്. മനസ്സിന്റെ സൃഷ്ടിയാണത്. ആറാമത്തേത് താമസാഹങ്കാരത്തിൽ നിന്നും അബുദ്ധികൃത പ്രഭോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അവിദ്യയുടെ ബാധ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റുന്നത്. അതുകൊണ്ട് പ്രഭോ എന്ന് വിളിച്ചതാണ്. മൈത്രേയൻ വിതുരരെ സംബോധന ചെയ്തിട്ട് അങ്ങ് ഈ തമസിന്റെ സൃഷ്ടിയായ ആറാമത്തെ സൃഷ്ടിയായ അവിദ്യയുടെ ബാധ ഉണ്ടാവാതിരിക്കട്ടെ. അവിദ്യയുടെ സൃഷ്ടിയാണ് ആറാമത്തെ സൃഷ്ടി. വൈകാരികോ ദേവസർഗ പഞ്ചമോ യന്മയം മന ഷഷ്ടസ്തു തമസർഗോയസ്തു അബുദ്ധികൃത പ്രഭോ. വൈകാരിക ദേവസർഗ പഞ്ചമ മനഃ യന്മയം. അബുദ്ധികൃത തമസഃ സർഗഃ ഷഷ്ടഃ. വൈകാരികോ ദേവസർഗ പഞ്ചമോ യന്മയം മന ഷഷ്ടസ്തു തമസർഗോയസ്തു അബുദ്ധികൃത പ്രഭോ. വൈകാരികോ ദേവസർഗ പഞ്ചമോ യന്മയം മനഃ ഷഷ്ടസ്തു തമസർഗോയസ്തു അബുദ്ധികൃത പ്രഭോ. ഷഡിമേ പ്രാകൃത സർഗഃ വൈകൃതാനപി മേ ശൃണു. രജോ ഭാജോ ഭഗവതോ ലീലയേയം ഹരിമേധസാം. ഷഡ് ഇമേ പ്രാകൃതാഹ സർഗാഹ. മുമ്പ് പറഞ്ഞു ഈ ആറെണ്ണത്തിന് പേര് പ്രാകൃത സൃഷ്ടി എന്നാണ്. ഷഡ് ഇമേ ഈ ആറെണ്ണം എന്തൊക്കെയാണ്? മഹത്തത്വത്തിന്റെ സൃഷ്ടി, അഹന്തത്വത്തിന്റെ സൃഷ്ടി, ഭൂതസൃഷ്ടി, ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടി, വൈകാരികമായ ദേവസൃഷ്ടി അല്ലെങ്കിൽ മനസ്സിന്റെ സൃഷ്ടി, ആറാമത്തെ തമസിന്റെ സൃഷ്ടിയായ അജ്ഞാനം. ഈ ആറെണ്ണത്തെ നമുക്ക് ഷഡിമേ പ്രാകൃതാഹ സർഗാഹ, ഇവയെ പ്രാകൃത സൃഷ്ടികൾ എന്ന് വിളിക്കാം. വൈകൃതാനപി മേ ശൃണു. ഇനിയും എന്നിൽ നിന്നും വൈകൃത സൃഷ്ടിയെക്കുറിച്ച് കേട്ടോളൂ, ഞാൻ പറയാം. ശൃണു, കേട്ടോളൂ. രജോ ഭാജോ ഭഗവതോ ലീലയേയം ഹരിമേധസാം. രജസിനെ ആശ്രയിച്ചു നിൽക്കുന്ന, രജോ ഗുണത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ഹരിമേധസ, ഹരിക്കൽ സ്വഭാവമായിരിക്കുന്ന, മേധസ് ബുദ്ധി എന്ന, ഹരിമേധസ് ഹരിക്കൽ, തന്നിലേക്ക് ആകർഷിക്കൽ സ്വഭാവമായിരിക്കുന്ന ഭഗവത, ഭഗവാന്റെ ലീലയാകുന്നു ഇത്. ലീലാ ഇയം. അടുത്ത ഇനി പറയാൻ പോകുന്ന, ഇപ്പൊ പറഞ്ഞ ആറെണ്ണം പ്രാകൃത സൃഷ്ടിയാണ്. പറയാൻ പോകുന്ന വൈകൃത സൃഷ്ടി.
ഹരിമേധവായ ഭഗവാന്റെ ലീലയാണ്. ഈ 6 സൃഷ്ടികളും സങ്കല്പം കൊണ്ട് പ്രകൃതിയിൽ നിന്നും ഭഗവാൻ ഉണ്ടാക്കിയെടുത്ത സൃഷ്ടിയാണ്. മഹത്ത് എന്ന ശക്തി പ്രകൃതിയിലുണ്ട്. അഹം എന്നുള്ള ഭാവം ഈ പ്രകൃതിയിലുണ്ട്. പഞ്ചഭൂതങ്ങൾ പ്രകൃതിയിലുണ്ട്. ഇന്ദ്രിയങ്ങൾ പ്രകൃതിയിലുണ്ട്. മനസ്സ് പ്രകൃതിയിലുണ്ട്. അവിദ്യയും പ്രകൃതിയിലുണ്ട്. ഈ 6ഉം സങ്കല്പം കൊണ്ട് പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത സൃഷ്ടിയാണ്. അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വികാരത്തിൻ്റെയും സ്വരൂപമായി രജോ ഗുണത്തെ അംഗീകരിച്ച് ജീവന്മാരുടെ സംസാരക്ലേശത്തെ ഇല്ലാതാക്കാൻ നിശ്ചയിച്ച ബ്രഹ്മദേവന്റെ ഒരു ലീലാരൂപമായ സൃഷ്ടികളെ ഇനി ഞാൻ പറയാം, കേട്ടുള്ളൂ എന്ന് അടുത്ത വൈകൃത സൃഷ്ടിയെക്കുറിച്ച് പറയാൻ പോവാണ്. അത് രജോ ഗുണത്തെ ആശ്രയിച്ചതാണ്. ഭഗവാന്റെ ലീലയാണ്, കേട്ടോളൂ, അത് പറയാൻ പോവാം. ഷഡിമേ പ്രാകൃത സർഗാവൈകൃതാനപി ശൃണു രജോ ഭാജോ ഭഗവതോ ലീയേയം ഹരിമേധവാം ഇമേ ഷഡ് പ്രാകൃതാഃ സർഗാഃ വൈകൃതാനപി ശൃണു രജോ ഭാജഃ ഹരിമേധവഃ ഭഗവതഃ ലീലാ ഇയം. ഷഡിമേ പ്രാകൃതാഃ സർഗാവൈകൃതാനപി ശൃണു രജോ ഭാജോ ഭഗവതോ ലീലേയം ഹരിമേധവാം ഷഡിമേ പ്രാകൃതാ സർഗാവൈകൃതാനപി ശൃണു രജോ ഭാജോ ഭഗവതോ ലീലേയം ഹരിമേധവാം. സപ്തമോ മുഖ്യസർഗസ്തു ഷഡ്വിധസ്തുഷാംശയഃ വനസ്പത്യോഷധിലതാ ത്വക്സാരാവീരുധോ ദ്രുമാഃ. ഇനിയും പറയാൻ പോകുന്നത് സപ്തമെന്ന 7ാമത്തെ മുഖ്യ സൃഷ്ടിയാണ്. മുഖ്യസർഗസ്തു സപ്തമം. അത് 6 തരത്തിലുണ്ട്. നോക്കൂ, 7ാമത്തെ സൃഷ്ടി 6 തരത്തിലുണ്ട്. ഈ ഭേദപ്രഭേദങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കുറിച്ചു വെച്ചാലും വേണ്ടിയല്ല, എപ്പോഴെങ്കിലും ഓർത്തിരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, അല്ല പൊക്കോട്ടെ, കളഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഭാഗവതം പഠിക്കാൻ എന്തിനാ ഇതൊക്കെ എന്ന് വിചാരിക്കാം. പക്ഷെ ഇതൊക്കെയാണ് ഭാഗവതത്തിൽ നിന്ന് അറിയേണ്ട ശാസ്ത്ര തത്വങ്ങൾ, സത്യങ്ങൾ. വെറും കഥ മാത്രമല്ല ഭാഗവതം എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സപ്തമോ മുഖ്യസർഗസ്തു ഷഡ്വിധ. അത് 6 വിധത്തിലുണ്ട്. തസ്തുഷാം ച യഹ. സ്ഥാവരങ്ങളുടെ സൃഷ്ടി. അതാണ് 6 തരത്തിലുള്ളത്. എങ്ങനെ? വനസ്പതി, ഓഷധി, ലതാഹ, ത്വക്സാരാഹ, വീരുധഃ, ദ്രുമാഹ. 6. വനസ്പത്യോഷധി ലതാ ത്വക്സാരാ വീരുധോ ദ്രുമാഹ. ഈ 6 സൃഷ്ടിയുടെ പേരാണ് 7ാമത്തേതായ മുഖ്യ സൃഷ്ടി എന്ന് പറയുന്നത്. 6 എണ്ണമാണ്. ഇത് മുഖ്യമെന്ന് പറയാൻ കാരണം ഇത് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഈ സൃഷ്ടി മുഴുവൻ ഇതുവരെയുള്ള വന്നിട്ടില്ല. ഇന്ദ്രിയവും മനസ്സും അജ്ഞാനം വരെ വന്നുള്ളൂ. ഇനിയും പറയാൻ പോകുന്നത് ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മുഖ്യമാണ്. ആർക്കും അതാണ് മുഖ്യം, അത് പ്രധാനം. അതില്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് സ്ഥാവര സൃഷ്ടി എന്നതിന് പേരുള്ളത്. സ്ഥാവരം സ്ഥിരമായി നിൽക്കുന്ന ചെടികൾ, സസ്യങ്ങൾ, ലതകൾ, വള്ളികൾ, ഇങ്ങനെ ഈ പ്രകൃതി കാണുന്നതെല്ലാം. ഇന്നത്തെ ഭാഷയിൽ പച്ചക്കറികൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. അതിനെയാണ് സ്ഥാവര സൃഷ്ടി എന്ന് പറയുന്നത്. ഇത് 6 വിധത്തിലുള്ള പിരിവുണ്ട്. ഒന്ന്, പൂക്കാതെ കായ്ക്കുന്ന 4 മുതലായ വനസ്പതികൾ. വനസ്പതി ഒരു വാക്കാണ്. വനങ്ങളുടെ ഏറ്റവും നായകനായ വൃക്ഷം, അതിനാണ് വനസ്പതികൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും അധികം കാലം ജീവിച്ചു നിൽക്കുന്ന വൃക്ഷമാണ് വനസ്പതികൾ. അതിലൊന്നാണ് ആൽമരം. അത് പെട്ടെന്ന് നശിക്കില്ല, തലമുറകളോളം നിലനിൽക്കും ആൽമരം.
ഒന്നിനെ വനസ്പതി. അതിനൊരു വലിയ പ്രത്യേകത, അത് പൂക്കില്ല, കായ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആലിന് കായുണ്ട്, പക്ഷെ എന്നില്ല, പൂവില്ല. ആലിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ആരും പൂ കണ്ടിട്ടില്ല, ഇല്ല. നമുക്ക് ഒരു ബോട്ടണിസ്റ്റ് പഠിക്കുന്നതിനേക്കാൾ എത്ര ഭംഗിയായിട്ട് ഒരു മരത്തെക്കുറിച്ച് സൂക്ഷ്മതയിൽ നോക്കിക്കണ്ട് പഠിച്ചു വ്യാസൻ. അവിടെയാണ് ഭാഗവതം പഠിക്കുന്നത്. നമ്മൾക്ക് പണ്ടുള്ള ഒരു ഭാഗവതം മാത്രമേ പഠിക്കൂ. കാരണം അതിൽ നിന്ന് എന്ത് പഠിക്കാം? ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും ബയോളജിയും ഒക്കെ പഠിക്കാം. വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിന് കിട്ടിക്കോളൂ. ഇന്ന് കുട്ടികളോട് ചോദിച്ചോളൂ, പൂക്കാത്ത കായ ഉണ്ടാകുന്ന മരത്തിലെ പേര് പറയാമെന്ന്. അറിയില്ല, കാരണം അവരൊന്നും പഠിക്കുന്നില്ല. ഭാഗവതം പഠിച്ചാൽ അപ്പം പറയാം, അത് ഭാഗവതത്തിലുണ്ട്. അതിനാണ് വനസ്പതി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഓഷധി വിഭാഗത്തിൽപ്പെടുന്നതാണ്. അത് മുളച്ചു വളർന്നു വന്ന് അതിൻ്റെ കായ് മൂത്താൽ അതോടുകൂടി അത് ഉണങ്ങിപ്പോകും. അത് മുളച്ചു വളർന്നു വലുതായി കായുണ്ടായി, കാ മൂത്തു, പിന്നെ എന്ത് ചെയ്യും? അത് ഉണങ്ങിപ്പോകും. അതിനെയാണ് ഓഷധികൾ എന്ന് വിളിക്കുന്നത്. അത് നെല്ല്, ഗോതമ്പ് മുതലായവയാണ്. നെല്ലും ഗോതമ്പും ഒക്കെ ഒറ്റ പ്രാവശ്യം ഉണ്ടായാൽ പിന്നെ എന്ത് ചെയ്യും? അത് കരിഞ്ഞു പോകും, പിന്നെ ഉണ്ടാവില്ല. നമുക്ക് നല്ല പരിചയമാണ്. പക്ഷെ നമ്മളിത് ഇങ്ങനെ പഠിച്ചിട്ടില്ല. ഭാഗവതം പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ, അല്ല ഒരു സ്കൂളിൽ നിന്ന് ഇത് കിട്ടത്തില്ല. നെല്ലെങ്ങനെയാണ്? പാകി മുളപ്പിച്ച് കിളിച്ച് വലുതായി അതിൽ ഫലമുണ്ടാകുന്നു, ഫലം പാകമാകുന്നു, അത് കൊയ്തെടുക്കുന്നു, അതോടുകൂടി നെൽമരം പോകും, പിന്നെ നിൽക്കില്ല. ഗോതമ്പ് അങ്ങനെയാണ്. അതിനെയാണ് ഓഷധികൾ എന്ന് വിളിക്കുന്നത്. ഇനിയുള്ളത് ലതകളാണ്. ബലമുള്ള മറ്റൊന്നിലേക്ക് പടർന്ന് കയറുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും, കായും ഉണ്ടാകും. കുമ്പളം, മത്തൻ മുതലായവയൊക്കെ ലതാവർഗത്തിൽപ്പെടും. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, പൂവുണ്ടാകും, കായ ഉണ്ടാകും. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കില്ല, ആരോടെങ്കിലും ചേർന്ന് പടർന്നു പോയെങ്കിലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? എന്തെങ്കിലും ഒക്കെ നാട്ടിൽ കൊടുത്ത് മരത്തെ കയറ്റി എന്തെങ്കിലും ഒരു ഉപാധി വേണം എനിക്കൊരു പോകാൻ. അതിനെയാണ് ലതകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വനസ്പതി, ഓഷധി, ലത, ഇത് മൂന്നും നമുക്ക് വേണ്ടേ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. വനസ്പതികളതാണ്, ഓഷധികളതാണ്, ലതകളതാണ്. പിന്നെയുള്ളത് ത്വക്സാരം, ത്വക്കിന് ബലമുള്ളത്, മുള മുതലായവ. അന്നൊക്കെ വീടുണ്ടാക്കാൻ അതൊക്കെ ഉപയോഗിക്കുന്നത്. ത്വക്കിന് ഭാരമുള്ളത്, ത്വക്കിന് ബലമുള്ളത്, പിന്നെയുള്ളത് വീരുധ. വീരുധ് എന്നുവെച്ചാൽ വൃക്ഷം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അത് ഒത്തിരി വളർന്ന് വലുതാവില്ല, കുറ്റിച്ചെടികൾ എന്ന് വേണേൽ പറയാം. ഇപ്പം വഴുതന, വെണ്ട, ഇങ്ങനെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കുറേ എണ്ണം കുറ്റിച്ചെടികളാണ്. അത് വളർന്ന് വലുതായിട്ട് പോവില്ല, ഒരു ഭാഗത്ത് നിൽക്കും, പിന്നെ കായ ഉണ്ടാകും, ഫലം ഉണ്ടാകും, അത് പോകും, അത്രേ ഉള്ളൂ. അവയുടെ പേര് വീരുത് എന്നാണ്. പിന്നെയുള്ളത് ദ്രുമങ്ങൾ. ദ്രുമം എന്ന് പറയുന്നത് മരങ്ങളാണ്. മാവ്, പ്ലാവ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. കാരണം എന്താണ്? പൂവുണ്ടാവും, കായ്ക്കും, അത് സ്ഥിരമായും മാറാതെ നിൽക്കും. ഒറ്റ പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം കായ്ച്ചാൽ ഉണങ്ങി പോവില്ല, പിന്നെയും കായ്ക്കും, പിന്നെയും കായ്ക്കും, ഓരോ വർഷം തോറും കായ്ക്കും, 2 വർഷത്തോട്ട് കായ്ക്കും, 3 വർഷത്തോട്ട് കായ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അവയുടെ പേര് ദ്രുമം എന്നാണ്. 6 വാക്ക് പരിചയപ്പെടുത്തി നമ്മളെ. വനസ്പതി, ഓഷധി, ലത, ത്വക്സാരം, വീരുധ്, ദ്രുമം. ഇതിന് പേര് സ്ഥാവര സൃഷ്ടി എന്നാണ്. 7ാമത്തെ സ്ഥാവര സൃഷ്ടി 6 വിധത്തിലാണ്. ഇത് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗമുള്ള സൃഷ്ടിയാണ്.
അതൊക്കെയുള്ള ഈശ്വരന്റെ സൃഷ്ടികളെ കുറിച്ച് എത്ര പാകപ്പെടുത്തി വിഭാഗീകരിച്ച് കാറ്റഗറി ചെയ്ത് പറയാൻ വേറെ ആർക്ക് പറ്റും? ഭാഗവതത്തിന് മാത്രമേ പറ്റുള്ളൂ. സപ്തമോ മോക്ഷ്യവർഗസ്തു ഷഡ്വിധസ്തു ഷാംജയ വനസ്പത്യോഷധിരതാ തുക്സാരാവീരുധോ ദ്രുമാഹം. മുഖ്യസർഗഃ സപ്തമഃ തസ്തുഷാം യഃ ഷഡ്വിധഃ വനസ്പതി ഓഷധി ലതാഃ ത്വക്സാരാഃ വീരുധഃ ദ്രുമാഃ. സപ്തമോ മുഖ്യസർഗസ്തു ഷഡ്വിധസ്തു ഷാംജയ വനസ്പത്യോഷധിരതാ ത്വക്സാരാ വീരുധോ ദ്രുമാം. സപ്തമോ മുഖ്യസർഗസ്തു ഷഡ്വിധസ്തു ഷാംജയ വനസ്പത്യോഷധിരതാ ത്വക്സാരാ വീരുധോ ദ്രുമാഹം. ഉത്സ്രോതസ്തമപ്രായോ അന്തഃസ്പർശാദിശേഷിണാം തിരശ്ച അഷ്ടമസർഗ ഓഷ്ടാവിംശദ്വിധോ മതാം. അടുത്ത് ഉത്സ്രോതഃ, മേൽഭാഗത്തോട്ട് വ്യാപരിച്ച് സഞ്ചരിച്ചു പോകുന്നത്. ഉത്സ്രോത അത് സപ്തമപ്രായം, അത് തമപ്രായമാണ്. ഉത്സ്രോതസ്തമപ്രായ അന്തഃസ്പർശ വിശേഷിണ അന്തഃസ്പർശാഹ, അതിൻ്റെ അകത്തെ ഭാഗത്ത് സ്പർശിച്ചാൽ ബോധ്യമാകുന്നതാണ്, പലവിധ വിശേഷത്തോടു കൂടിയതാണ്. അങ്ങനെയുള്ള തിരശ്ചാം, തിര്യക്കുകളുടെ സർഗം അഷ്ടമഹ, എട്ടാമത്തേതാണ്. അത് 28 വിധത്തിൽ. ഇപ്പോ അഷ്ടാവിംശദ്വിധോ മത, അഷ്ടാവിംശതി 28. മുമ്പത്തെ 6 ഉണ്ടാകുന്നുള്ളൂ, ഇനി 28 തരത്തിലാണ് എട്ടാമത്തെ സൃഷ്ടി. കാരണം ഇതുവരെ ഭക്ഷണപദാർത്ഥങ്ങളെ കുറിച്ചുള്ള 7ാമത്തെ സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും അവയ്ക്കുള്ള ഒരു ചൈതന്യം എവിടുന്നാണ് എന്നുള്ള അവ്യക്തമാണ്. സ്പർശജ്ഞാനം മാത്രമേ അവയ്ക്കുള്ളൂ. അനേകം ഭേദങ്ങൾ ആ വർഗത്തിലുണ്ട് തന്നെ. ഭക്ഷണരസത്തെ താഴെ നിന്നും വലിച്ച് മുകളിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് അതിനെ ഉത്സ്രോതസ് എന്ന് പറയുന്നത്. അങ്ങനെ സാമാന്യധർമ്മങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവയെ വർഗീകരിച്ചത്. ഭോജ്യപദാർത്ഥങ്ങളുടെ സൃഷ്ടി വിവരിച്ചതിന് ശേഷം ഭോക്തൃവർഗ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. 8ാമത്തേത് തിര്യക്കുകളുടെ സൃഷ്ടിയാണ്. തിര്യക്കുകൾ എന്ന് വെച്ചാൽ പ്രാണിവർഗങ്ങൾ. ഈ പ്രപഞ്ചത്തിലുള്ള പ്രാണിവർഗങ്ങളൊക്കെ ജീവിക്കുന്നത് 7ാമത്തെ സൃഷ്ടിയായ ഭക്ഷണപദാർത്ഥം കൊണ്ടാണ്. ഉറുമ്പ്, പുഴു മുതൽ ആന വരെയുള്ള സമസ്ത ജീവജാലങ്ങൾ. അവയെ 28ആയിട്ട് പകുത്തു. ബോട്ടണി കഴിഞ്ഞു, ഇനിയും സുവോളജിയിലേക്ക് കിടക്കാം. സുവോളജിക്കാരോട് ചോദിച്ചാൽ എത്ര വിധം ജന്തുക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഭാഗവതം പറയും 28 തരത്തിലാണ്. ഇനി അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് ഇനിയും വിസ്തരിച്ച് പോകാൻ പറ്റില്ല. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ ബോട്ടണിയും സുവോളജിയും ഒക്കെ പഠിച്ചു പോകാണ് ഭാഗവതത്തിൽ കൂടി. എന്നും കൂടി നമുക്കറിയുമ്പോൾ ഭാഗവതകാരൻ്റെ അറിവ്, വാസ്തവത്തിൽ ഒരു സപ്താഹവേദി ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്താൽ 10 കുട്ടികളെങ്കിലും കേൾപ്പുണ്ട്. കാരണം അവർക്കിത് അറിയേണ്ട വിഷയമാണ്. ജിജ്ഞാസുക്കളായ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നതാണ്. പക്ഷെ ഇന്ന് ഭാഗവതം എന്ന് വെച്ചാൽ 4-5 കഥ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തില്ല എന്നേ അറിയത്തുള്ളൂ. ഇത്രയൊക്കെ ഭാഗവതത്തിൽ കിടപ്പുണ്ട് എന്നുള്ളത് പഠിച്ചു വരുമ്പോഴേ അറിയും. ഈ ഭാഗം മാത്രമായി സപ്താഹം നടത്തണം, ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ വിഷയം തന്നെ. ഉത്സ്രോതസ്തമപ്രായോ അന്തഃസ്പർശാവിശേഷിണാം തിരശ്ച അഷ്ടമസർഗോഷ്ടാവിംശദ്വിധോ മതാഹം. ഉത്സ്രോതസഃ തമപ്രായാഃ
അന്തഃസ്പർശാः വിശേഷിണഃ തിരശ്ചാം സർഗഃ അഷ്ടമഃ സഹ അഷ്ടാവിംശദ്വിധഃ മതഃ ഉത്സ്രോതസസ്തമപ്രായാം അന്തഃസ്പർശാവിശേഷിണാം തിരശ്ച അഷ്ടമഃ സർഗ കോഷ്ടാവിംശദ്വിധോ മതാം ഉത്സ്രോതസസ്തമപ്രായോ അന്തഃസ്പർശാവിശേഷിണാം തിരശ്ച അഷ്ടമഃ സർഗ കോഷ്ടാവിംശദ്വിധോ മതാം. നമ്മുടെ സമയം അതിക്രമിച്ച് നമുക്ക് ഇന്നവിടെ ഉപസംഹരിക്കാം. ആ 28 വിധത്തിലുള്ള ജീവജാലങ്ങളുടെ ഭേദം എന്താണെന്ന് അടുത്ത ദിവസം നമുക്ക് നോക്കിയറിയാം. സംശയം ഉള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.